കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ പേരിൽ നടന്ന ഇ ഡി അന്വേഷണം ദേശീയതലത്തിൽ പുതിയ സംഭവവികാസങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബി.ജെ.പി. അധികാരത്തിലെത്തിയ ശേഷം അവരുടെ രാഷ്ട്രീയ പ്രതികാരത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ആയുധമായിട്ടാണ് ഇ ഡിയെ കണ്ടത്. അധികാരത്തിലെത്തി 10 വർഷത്തിനുള്ളിൽ 193 ഇ ഡി കേസുകളാണ് രാജ്യത്തെടുത്തത്. ഇതിൽ 2 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇ ഡിയുടെ സ്ട്രൈക്ക് റേറ്റ് വെറും 1%. അങ്ങനെയുള്ള അമ്പയെ പരാജയപ്പെട്ട ഒരു ഏജൻസി എന്ന് സ്വന്തം കഴിവുകേടുകൾ കൊണ്ട് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസിയെയാണ് പിണറായിക്കെതിരെ ബി.ജെ.പി. പരീക്ഷിക്കുന്നത്. ഇതിന് വിളക്കുപിടിച്ച് മുന്നിൽ നടത്തുന്ന ആറാട്ടുമുണ്ടന്റെ റോഡിലേക്ക് കോൺഗ്രസ് എന്ന പാർട്ടി അധപ്പതിച്ചിരിക്കുകയാണ്. പിണറായിക്കെതിരെ ഇ ഡി വരുന്നില്ലെന്ന് നിരന്തരം മുറവിളി കൂട്ടിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. ഈ ഇ ഡി റെയ്ഡ് നടക്കുന്നത് വി.ഡി. സതീശൻ മോദിയെ കണ്ടിറങ്ങിയ വേളയിൽ. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ 9 ചോദ്യങ്ങൾ വിവിധ സമയങ്ങളിൽ ചോദിച്ചപ്പോഴെല്ലാം വി.ഡി. സതീശൻ മുഖത്ത് വിഡ്ഢിഭാവം വരുത്തുകയും കുറ്റകരമായ മൗനം തുടരുകയും ചെയ്യുകയാണ്. ദേശീയതലത്തിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ഇതിനു മുൻപ് ഇ ഡിയുടെ കൂരം പേറ്റുവാങ്ങിയ പ്രതിപക്ഷ മുഖ്യമന്ത്രി. അതിനും വഴി കാണിച്ചത് കോൺഗ്രസ് ആണ്. മാസങ്ങൾക്ക് ശേഷം കേജ്രിവാൾ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. ഇന്നലെ രൂക്ഷമായ ഭാഷയിലാണ് കേജ്രിവാൾ കോൺഗ്രസിനെ വിമർശിച്ചത്. കേരളത്തിലെ ഇ ഡിയുടെ വരവിനു പിന്നിൽ ബി.ജെ.പി. കോൺഗ്രസ് ഡീൽ തന്നെയാണെന്നും അവർക്കിടയിൽ അന്തർധാര സജീവമാണെന്നും കേജ്രിവാൾ അനുഭവത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നു. ഇതേ വിഷയമാണ് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും ഓർമ്മിപ്പിക്കുന്നത്. തൃണമൂൽ നേതാവ് മെഹുവ മൊയ്ത്രയും ആർ.ജെ.ഡി. നേതാവ് തേജസ്വി യാദവും ഈ പ്രതിപക്ഷ വേട്ടയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചപ്പോൾ പഴം വിഴുങ്ങി മൗനം പാലിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. തമിഴ്നാട്ടിലെ നീക്കത്തോടെ ഇന്ത്യ മുന്നണിയെ ഉലച്ച കോൺഗ്രസിന്റെ ഈ ഇ ഡി നിലപാട് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ കൂട്ടായ്മയെ തന്നെ റദ്ദ് ചെയ്തിരിക്കുകയാണ്. സോണിയ കുടുംബത്തിനെതിരെയും ഇ ഡി കേസുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിപ്പോൾ എവിടെയും എത്താത്ത സ്ഥിതി തുടരുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കെതിരെ വ്യക്തമായ തെളിവുണ്ടായിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ ഇ ഡിക്ക് സാധിക്കാത്തത് ബി.ജെ.പി. കോൺഗ്രസ് അവിശുദ്ധ ബാന്ധവത്തിന്റെ തെളിവാണ്. അധികാരത്തിനും കസേരയ്ക്കും പരസ്പരം സന്ധി ചെയ്യുന്ന ബി.ജെ.പി. കോൺഗ്രസ് കൂട്ടുകെട്ട് പ്രതിപക്ഷമെന്ന ആശയത്തെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്തി പുതിയൊരു പ്രതിപക്ഷ കൂട്ടായ്മ രാജ്യത്ത് രൂപം കൊള്ളുകയാണ്. ബി.ജെ.പിക്ക് സന്ധി ചെയ്യുന്ന കോൺഗ്രസിനെതിരെ കൂടിയായ പുതിയൊരു കൂട്ടായ്മ.